നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. മൊബൈൽ ഫോണും ഇന്റർനെറ്റും അടക്കമുള്ള സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം പുതിയ തലമുറയുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നു. സൈബർ ചതിക്കുഴികൾ മലയാളിയെയും തേടിയെത്തുമ്പോൾ ഈ വിഷയം ബിഗ് ന്യൂസ് വിശദമായി ചർച്ച ചെയ്യും. രാഹുൽ ഈശ്വറിലേക്ക് വഴിതെറ്റിപ്പോകുന്ന യുവത്വം അല്ലെങ്കിൽ വഴിതെറ്റിക്കപ്പെടുന്ന യുവത്വം എന്ന നിലയിലുള്ള ചർച്ചകളോളം പഴക്കമുണ്ട്. ഇത്തരം സാങ്കേതിക വിദ്യകളുടെ ആവിർഭാവം മുതൽ പഴക്കമുണ്ട് അത്തരം ചർച്ചകൾക്കും. ഏറ്റവും സുലഭമായി ലഭിക്കുന്ന സാങ്കേതിക വിദ്യയെ ഏറ്റവും ക്രൂരമായ രീതിയിൽ ഉപയോഗിക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ വളർന്നിരിക്കുന്നു. മലയാളിയുടെ മൊത്തത്തിൽ ഒരു മനസാക്ഷിക്ക് ഇത്തരം ദൃശ്യങ്ങളോടോ ഇത്തരം പ്രവണതകളോടോ വളരെയേറെ അടുപ്പം കൂടിയിരിക്കുന്നു എന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരും. തീർച്ചയായും പറയേണ്ടി വരും. പലപ്പോഴും ഇത്തരം ഇക്കിളിപ്പെടുത്തുന്ന സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും കിട്ടുന്ന പലപ്പോഴും ടീനേജിൽ ഇത്തരം ഉള്ള ക്ലിപ്പുകൾ അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടുക്ക് തന്നെ പ്രശ്നം ഉണ്ടാക്കി. ഡൽഹി പബ്ലിക് സ്കൂൾ ഇതേപോലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠിയും ചേർന്നെടുത്ത ക്ലിപ്പ് Basi.com വിൽപ്പനയ്ക്ക് വെച്ച് 10,000 ഉണ്ടാക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. ഇനി നമുക്ക് പ്രതിരോധിക്കാനുള്ള വഴി ചിന്തിക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്, രണ്ട് രീതിയിലാണ് ഇവ പ്രചരിക്കുന്നത്. മൊബൈൽ ഫോൺ വഴി, ഇന്റർനെറ്റ് വഴി ഇത് പൂർണ്ണമായും ബാൻ ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയുന്നവർ സാങ്കേതികത്വത്തിന്റെ അത്രയും ആഴങ്ങളിൽ പോയിട്ടില്ല എന്നാണ്. ഉദാഹരണം, പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും നമ്മുടെ ടെക്നോ പാർക്കിലെ അടക്കമുള്ള കമ്പനികളിൽ ചില വെബ്സൈറ്റുകൾ പോലും തുറക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്തുകൊണ്ട് പോണോഗ്രാഫി സൈറ്റ് നമുക്ക് ബാൻ ചെയ്യാൻ കഴിയുന്നില്ല? മൊബൈൽ ഫോൺ വ്യക്തി ടു വ്യക്തി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ വ്യാപനം തടയാൻ പരിമിതികൾ നമുക്കുണ്ട്. പക്ഷേ ഇന്റർനെറ്റിൽ പോണോഗ്രാഫി സൈറ്റ്സ് ബാൻ ചെയ്യാൻ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, ജനങ്ങൾക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്ക് നടക്കും. പക്ഷേ നമ്മുടെ നാട്ടിലെ ഏറ്റവും തടസ്സം നിൽക്കുന്നത് ധാർമ്മികതയെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ സദാചാര പോലീസ് കളിക്കുകയാണെന്ന് പറഞ്ഞ് അകറ്റി നിർത്തുന്ന, മൊറാലിറ്റിയെക്കുറിച്ചോ എത്തിക്സിനെ കുറിച്ചോ പറഞ്ഞാൽ അത് കൾച്ചറൽ താലിബാനിസം ആണെന്ന് പറഞ്ഞ് ഒരുപാട് പേർ അത്തരം കാര്യങ്ങളെ മാറ്റി നിർത്തുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പോണോഗ്രഫി പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ധാർമ്മിക പോലീസ് എന്ന പേരിൽ, സദാചാര പോലീസ് എന്ന പേരിൽ എത്തിക്സിനെ അകറ്റി നിർത്തുന്നതും കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ലിബറൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് പുനർചിന്തനം നടത്തണം. ഇച്ഛാശക്തിയോടുകൂടി ഗവൺമെന്റ് തന്നെ ഇടപെട്ട് സർക്കാർ തലത്തിൽ ടെക്നോളജിക്കലി ഇന്റർനെറ്റിൽ ഇത് ബാൻ ചെയ്യാൻ, ഇത്തരം സൈറ്റുകൾ ബാൻ ചെയ്യാൻ, ക്ലോസ് ഡൗൺ ചെയ്യാൻ ഇന്ന് സാധ്യമാണ്. അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് വ്യക്തമാണ്. ഒരു നിരോധനമോ നിയന്ത്രണമോ എന്ന തലത്തിൽ ചിന്തിക്കുമ്പോൾ എവിടെയാണ് അതിന്റെ ഒരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കാനാവുക? രണ്ട് ആസ്പെക്ട് ഉണ്ട്, സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ. ഈ രണ്ട് ആസ്പെക്റ്റും വേണം. ബോധം കൊണ്ട് മാത്രം അല്ലെങ്കിൽ നമുക്ക് എല്ലാ ആൾക്കാരെയും പറഞ്ഞ് നന്നാക്കി അവരെ യേശുദേവനും നബിത്തിരുമേനിയും കൃഷ്ണനും ആക്കിയതിന് ശേഷം ഇതൊക്കെ മാറ്റാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ഇത് രണ്ടും വേണം. ബോത്ത് ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ടെക്നോളജിക്കലായ നിയന്ത്രണങ്ങളും സൈക്കോളജിക്കലായ ഒരുപക്ഷെ മോൾഡിങ്, ഗ്രൂമിങ്, സാംസ്കാരികമായ ഉന്നമനം, ഇത്തരം കാര്യങ്ങൾ വേണം. പക്ഷേ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ സാംസ്കാരികത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ധാരാളം പ്രസംഗങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ ടെക്നോളജിക്കലി ഇതിനെ ഡീൽ ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാറില്ല. ഈ ലോകത്ത് ആൾക്കാരെല്ലാം നന്നായിരുന്നെങ്കിൽ നിയമങ്ങളെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ എല്ലാവരും നല്ലവരല്ല, എല്ലാവരും ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങുന്നവരല്ല. അതുകൊണ്ട് ആത്യന്തികമായി ഇതിന് രണ്ടും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ നാട്ടിൽ സൈക്കോളജിക്കലിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടെക്നോളജിക്കലി അത് പോസിബിൾ ആണ്. ഈ ചരിത്രം എടുത്തു നോക്കിയാൽ, ഇപ്പോഴത്തെ യാഥാർത്ഥ്യം എടുത്താൽ പല രാജ്യങ്ങളിലും പോണോഗ്രഫി സൈറ്റ്സേ ബാൻഡാണ്. ഇന്റർനെറ്റിലെ പല സൈറ്റ്സും, ഇതിന് ഓർക്കുട്ടും ഫേസ്ബുക്കും അടക്കം ചൈനയിൽ ബാൻഡാണ്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് പോണോഗ്രഫി സൈറ്റ്സേ ബാൻ ചെയ്യാൻ കഴിയുന്നില്ല? അപ്പോൾ പലപ്പോഴും നമ്മുടെ ഈ ടെക്നോളജിക്കലായിട്ടുള്ള അറിവ് കുറവും, അമിതമായിട്ട് സൈക്കോളജിക്കലി എല്ലാവരെയും നന്നാക്കിയതിന് ശേഷം ഇതിന്റെ ആവശ്യം ഇല്ലാതാക്കാം എന്നുള്ള തെറ്റായ വാദഗതിയും, പെട്ടെന്ന് ശരിയെന്ന് തോന്നിക്കുന്ന തെറ്റായ വാദഗതി, അതാണ് അതിന്റെ അപകടം. പെട്ടെന്ന് ശരിയാണെന്ന് തോന്നും, ആൾക്കാരെല്ലാം നന്നായ മതിയല്ലോ, പിന്നെ നിയന്ത്രണത്തിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെയല്ല, ആൾക്കാരുടെ ഇടയിൽ അപജയങ്ങളും വ്യത്യസ്ത തരങ്ങളും ഉണ്ട്. അതുകൊണ്ട് ടെക്നോളജിക്കലി ഈ പോണോഗ്രഫി സൈറ്റ്സിനെ മുഴുവനായി ബാൻ ചെയ്യാനുള്ള ഇച്ഛാശക്തി കാണിക്കുന്നതിനോടൊപ്പം എത്ര കാലം വേണമെങ്കിൽ ബാൻ ചെയ്യാം. ഈ ബാൻ ചെയ്യുന്നതിന് എന്തെങ്കിലും കാലഘട്ടം ഉണ്ടോ? നൂറ്റാണ്ടുകളടക്കം ബാൻ ചെയ്യാം. കാര്യം അത്തരം പോണോഗ്രഫി സൈറ്റ്സെ നമ്മൾ ടോട്ടലി ബാൻ ചെയ്യുകയാണ്. അപ്പൊ ആ ആർഗ്യുമെന്റ് അപകടകരമാണ്. നാളെ ഇവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലൈസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ് അതിനെ നിരോധിക്കുന്നത്, പകരം ആൾക്കാരെ നന്നാക്കിയാൽ പോരെ എന്ന് പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് നിരോധിക്കാനുള്ള നിരോധിച്ചും നിയന്ത്രിക്കാനുള്ള നിയന്ത്രിച്ചും പുതിയ കാര്യങ്ങൾ നിർവചിച്ചും കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയും മോൾഡ് ചെയ്തും സൈക്കോളജിക്കലും ടെക്നോളജിക്കലും ഒരുമിച്ച് പോയാൽ മാത്രമേ നമുക്ക് ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റൂ. വാചകം കൊണ്ടോ പ്രസംഗം കൊണ്ടോ മാത്രമേ നന്നാവില്ല, ഹാർഡ് ആക്ഷൻസും ആവശ്യമാണ്. രണ്ടും, ഒന്ന് മാത്രമല്ല രണ്ടും ആവശ്യം. ശ്രീമതി പാർവതി ഈശ്വറിലേക്ക്, രാഹുൽ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം മലയാളി ഭയപ്പാടോടെ കണ്ടിരുന്ന ഒരു കാര്യം മലയാളിയുടെ കൺമുന്നിൽ എത്തിയിരിക്കുന്നു, മലയാളിയുടെ കുടുംബത്തിൽ എത്തിയിരിക്കുന്നു. ഒരു അത്തരത്തിൽ വളരെ താഴെ തട്ടിലേക്ക് പോലും എത്തിയിട്ടുണ്ട്. നഗരജീവിതത്തിന്റെ ഭാഗമായി മാത്രം ഒതുക്കി നിർത്തുന്ന ഒന്നായി ഇതിനെ കാണുന്നതിൽ പോലും അർത്ഥമില്ല. ഗ്രാമങ്ങളിൽ പോലും അത്തരം ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രവണതകൾ കടന്നുകൂടിയിട്ടുണ്ട്. അവിടെയൊക്കെയാണ് നടപടികൾ ഉണ്ടാകേണ്ടത്, ഇടപെടൽ ഉണ്ടാകേണ്ടത്. എന്ത് ചെയ്യാൻ കഴിയും?
ഇവിടെ വളരെ താങ്കൾ ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. എന്ത് ചെയ്യാൻ കഴിയും? അങ്ങ് പറഞ്ഞതുപോലെ ഗ്രാമങ്ങളിൽ സ്കൂളിൽ പലപ്പോഴും പെൺകുട്ടികൾ സാരി ഉടുത്തോണ്ട് വരുമ്പോൾ ക്യാമറ സൈഡിൽ നിന്ന് ആരും അറിയാതെ എടുക്കുന്ന, അവർ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും സാരി ഉടുക്കുന്നത്, സാരി ഉടുക്കാൻ അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷന് വേണ്ടി ഏതെങ്കിലും പ്രത്യേക ഡ്രസ്സ് ഇടുകയായിരിക്കും, ബോധപൂർവ്വം അസുഖില്ല ആംഗിളിൽ ചിത്രങ്ങൾ എടുക്കുകയും. അപ്പോൾ രണ്ടും ഇത് എന്നും ഓർക്കേണ്ടതിന് ഒരു സൊല്യൂഷൻ ഇല്ല. ഇതൊരു ഒറ്റമൂലി കൊണ്ട് ഒരിക്കലും ലോകം നന്നാവില്ല. ലോകം 100% ഒരിക്കലും പെർഫെക്റ്റ് ആയിരുന്നില്ല, പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് ആകുകയും ഇല്ല. മാക്സിമം പെർഫെക്ഷൻ ആക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യം. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിന് ശക്തമായ ശിക്ഷകൾ കൊടുക്കുക, പരമാവധി ബോധവൽക്കരണം നടത്തി നന്നാക്കാൻ ശ്രമിക്കുക, സ്നേഹത്തിലൂടെ പറഞ്ഞു മനസ്സിലാക്കുക. നിന്റെ സഹോദരിയെ പോലാണ് മറ്റൊരു പെൺകുട്ടി എന്ന് പറഞ്ഞ് അവനെ കുറെ ബോധ്യപ്പെടാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഒറ്റയടിക്ക് അവൻ നന്നാവില്ല. ചിലർക്ക് നിയന്ത്രണമേ പറ്റൂ, ചിലർക്ക് സ്നേഹം കൊണ്ട് ശാസിക്കണം, ചിലർക്ക് നിരോധനം ആവശ്യമാണ്. ഈ മനുജാതിയിൽ പലവിധം മനുഷ്യരുണ്ട് എന്ന് പറയുന്നത് പോലെ ഓരോരുത്തർക്കും ഓരോന്നാണ് ചേരുക. അതുകൊണ്ടൊരു മൾട്ടി ഫാസറ്റഡ്, മൾട്ടി പ്രൊങ് അപ്രോച്ച് ഇതിന് വേണം. അതിന് നിരോധനം ആവശ്യമാണ്. നേരത്തെ പറഞ്ഞാൽ മൊബൈലുകൾ നിരോധനം സാധ്യമല്ലാത്തൊരു ഏരിയയാണ്. വെബ്സൈറ്റുകൾ ബാൻ ചെയ്യാൻ പറ്റും, ഞാൻ വീണ്ടും ശക്തമായി പറയുന്നു. പക്ഷേ മൊബൈൽ ടു മൊബൈൽ ബ്ലൂടൂത്തിലൂടെ അയച്ചാലോ മറ്റയച്ചാലോ നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് പല രീതിയിൽ ഇതൊരു അപ്രോച്ചായി വേണം. ഇതിന് നമ്മുടെ നാട്ടിലുള്ള പ്രധാന അപകടം നമ്മുടെ ലിബറൽസ് എന്ന് വിളിക്കുന്നവർ ബാൻ ചെയ്യുന്നതിലൂടെ ഇതൊന്നും നന്നാവില്ല എന്നൊരാശയം ശക്തമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഇന്റർനെറ്റിൽ പോണോഗ്രഫി സൈറ്റ്സ് ബാൻ ചെയ്യാൻ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, ജനങ്ങൾക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്ക് നടക്കും. പക്ഷേ നമ്മുടെ നാട്ടിലെ ഏറ്റവും തടസ്സം നിൽക്കുന്നത് ധാർമ്മികതയെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ സദാചാര പോലീസ് കളിക്കുകയാണെന്ന് പറഞ്ഞ് അകറ്റി നിർത്തുന്ന, മൊറാലിറ്റിയെ കുറിച്ചോ എത്തിക്സിനെ കുറിച്ചോ പറഞ്ഞാൽ അത് കൾച്ചറൽ താലിബാനിസം ആണെന്ന് പറഞ്ഞ് ഒരുപാട് പേർ അത്തരം കാര്യങ്ങളെ മാറ്റി നിർത്തുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പോണോഗ്രഫി പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ധാർമ്മിക പോലീസ് എന്ന പേരിൽ, സദാചാര പോലീസ് എന്ന പേരിൽ എത്തിക്സിനെ അകറ്റി നിർത്തുന്നതും കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ലിബറൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് പുനർചിന്തനം നടത്തണം. ഇച്ഛാശക്തിയോടുകൂടി ഗവൺമെന്റ് തന്നെ ഇടപെട്ട് സർക്കാർ തലത്തിൽ ടെക്നോളജിക്കലി ഇന്റർനെറ്റിൽ ഇത് ബാൻ ചെയ്യാൻ, ഇത്തരം സൈറ്റുകൾ ബാൻ ചെയ്യാൻ, ക്ലോസ് ഡൗൺ ചെയ്യാൻ ഇന്ന് സാധ്യമാണ്. അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പൊതുസമൂഹം